സംസ്ഥാനത്ത് ലഹരി വ്യാപനം മാരകമായതിന്റെ ഭവിഷ്യത്തുക്കൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാജ്യത്തെ യുവതയാണ് സിന്തറ്റിക് ലഹരി മാഫിയ ലക്ഷ്യമിടുന്നതെന്നും യുവതയെ തകർത്ത് രാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ തടയണമെങ്കിൽ ലഹരിയുടെ കണ്ണികൾ മുറിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി ഒ.ജെ. ജനീഷ് പോത്തൻകോട് ടൗൺ റെസിഡൻസ് അസോസിയേഷനും ലക്ഷ്മി വിലാസം ഹൈസ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില സിനിമകളിലെ നായകന്മാരെക്കാൾ കുട്ടികളെ സ്വാധീനിക്കുന്നത് തിന്മ ചെയ്യുന്ന പ്രതിനായകന്മാരെയാണ്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ലഹരി കേസുകളിൽ അകപ്പെടുന്നത് കുട്ടികളിലും യുവാക്കളിലും തെറ്റായ സന്ദേശമാണ് സൃഷ്ടിക്കുന്നത്. ഇതോടെ ലഹരിയുടെ അപകടത്തെ സാധാരണവൽക്കരിക്കുന്ന പ്രവണത വളരുന്നു. വീടുകളിൽ കുട്ടികളുടെ കളികളിൽ പോലും ലഹരി ഉപയോഗിച്ച് അതിമാനുഷിക ശക്തി നേടുന്ന കഥാപാത്രങ്ങളെ അവർ അനുകരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അതിനാൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കുട്ടികൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ബോധവൽക്കരണത്തോടൊപ്പം പുനരധിവാസവും നിർണായകമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ലഹരിയിലകപ്പെടുന്നവർക്ക് തിരിച്ചുവരാൻ സാഹചര്യമൊരുക്കണം. തിരിച്ചുവരവിന് സാധ്യതയില്ലെന്ന തോന്നലാണ് പലരെയും അതിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ ലഹരി പ്രശ്നത്തെ കൃത്യതയോടെയും കരുതലയോടെയും കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ജീവിതമാണ് ലഹരി ബോധവൽക്കരണ പരിപാടി വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ജീവിതം ആഘോഷമാണ്, അതിനെ മനോഹരമായ ആഘോഷമാക്കി മാറ്റണം. അതിൽ പഠനവും കലയും കായികവും ഉൾപ്പെടെയുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. PT പീരീഡിൽ കണക്ക് മാഷ് വരാറുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യവും ഫിഫ ലോകകപ്പിനെ കുറിച്ചുള്ള പരാമർശങ്ങളും വിദ്യാർത്ഥികളിൽ ആവേശമുണർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് N. സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി P. പ്രവീൺ, പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. പ്രവീൺ, PTA പ്രസിഡന്റ് നയന ഷമീർ, പുലിവീട് വാർഡ് മെമ്പർ PS. ബിനു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബാഹുൽ കൃഷ്ണ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് LT അനീഷ് ജ്യോതി, BS സജിത്ത്, അഡ്വക്കേറ്റ് അനസ്, K. രവീന്ദ്രൻ, സുധൻ S. നായർ, ശ്രീജ എന്നിവർ സംസാരിച്ചു. കെമിസ്ട്രിയിൽ PhD നേടിയ ശ്രുതി SL, ദേശീയ കായികവേദി പ്രസിഡന്റ് KS നുജുമുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PD പ്രസാദ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ട്രീ ജംഗ്ഷൻ, പോത്തൻകോട്.